നമസ്കാരം. അങ്ങനെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ വിധി വന്നു. ആര്യടൻ ഷൗക്കത്ത് ജയിച്ചു. പക്ഷേ അവിടെ ഒന്ന് രണ്ടോ പരാജയങ്ങളും അതോടൊപ്പം തന്നെ ഒരു 1/4 ഡസൻ വിജയങ്ങളും കാണാൻ കഴിയും. ഒന്ന്, രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ ഒരു നിലപാടിൻ്റെ വെളിച്ചത്തിൽ നോക്കുകയാണെങ്കിൽ VD സതീശൻ്റെ ഒരു വലിയ വിജയമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവറിനെ പോലെ സ്വാധീനമുള്ള അവിടെ സിറ്റിംഗ് MLA ആയിരുന്ന നേരത്തെ LDFിൻ്റെ പിന്തുണയോട് ജയിച്ച MLA അദ്ദേഹത്തിൻ്റെ ഒരു ശക്തമായ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് VD സതീശൻ UDFിൻ്റെ നിലയിൽ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് തയ്യാറായി എന്നുള്ളതാണ്. അത് ഈ VD സതീശൻ അത് UDFിൻ്റെ തീരുമാനമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് VD സതീശൻ്റെ തന്നെ തീരുമാനമായിരുന്നു. അതൊരു നിലപാടിൻ്റെ തീരുമാനമായിരുന്നു. ആ നിലപാടിൻ്റെ വിജയമാണ് VD സതീശൻ്റെ മുഖ്യമായ വിജയം എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ PV അൻവറിൻ്റെ കേരള രാഷ്ട്രീയത്തിലെ പ്രസക്തി എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുക അധികാരത്തിലുള്ളപ്പോൾ, അതേപോലെ തന്നെ ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ്, ഇത് രണ്ടും രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തേണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ 20,000-നടുത്ത് വോട്ട് അൻവർ പിടിച്ചെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അത്തരമുള്ള ഒരു വ്യക്തികളെ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ആ ഉത്തരവാദിത്വം VD സതീശൻ നിർവഹിച്ചു. ആ ഒരു ചലഞ്ച്, ആ ഒരു വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ചില നിലപാടുകളാണ് പൊതുവെ രാഷ്ട്രീയത്തിൽ ഏറ്റവും അനിവാര്യമായി വേണ്ടത്. അപ്പോൾ ഇപ്പോൾ 20,000-നടുത്ത് വോട്ട് അൻവർ വാങ്ങി, അതുകൊണ്ടെങ്കിൽ ആ വോട്ടും പോരട്ടെ UDFിൽ കയറ്റാം എന്നൊക്കെയുള്ള ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് ഒരാളെങ്കിലും ഒഴിയുകയാണെങ്കിൽ അത് വളരെയധികം രാഷ്ട്രീയത്തിൽ ചെയ്യുന്ന ഗുണം വളരെ വലുതായിരിക്കും. പിന്നെ മറ്റൊന്ന്, അൻവറിൻ്റെയും കൂടെ ഒരു വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം അൻവർ 20,000-നടുത്ത് വോട്ട് അദ്ദേഹം പിടിച്ചു. അൻവറിൻ്റെ മുഖ്യമായ അജണ്ട അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച ഒറ്റ കാര്യമേ ഉള്ളൂ, പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം. ഇത് തന്നെയാണ് മറ്റൊരു രീതിയിൽ ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു കുറ്റപത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് UDFും തിരഞ്ഞെടുപ്പിൽ നേരിട്ടത്. അത് വളരെ വ്യക്തമായിട്ട് ഈ സർക്കാരിനെതിരെ, അതല്ല എങ്കിൽ ഈ സർക്കാർ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ഇന്നിപ്പോൾ രാഷ്ട്രീയ CPM എന്ന് പറയുന്നതും ഇടതു മുന്നണി എന്ന് പറയുന്നതും ഇപ്പോൾ പിണറായി വിജയൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയനെതിരെയുള്ള അല്ലെങ്കിൽ പിണറായിസത്തിന് അവരുടെ ഭാഷ അല്ലെങ്കിൽ അൻവറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പിണറായിസത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് കൂടിയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിധി എന്ന് പറയുന്നത്. പിന്നെ ഇനി BJPയുടെ കാര്യത്തിലേക്ക് വരാം. BJP തുടക്കം മുതലേ അവിടെ സ്ഥാനാർത്ഥി നിർത്തണോ വേണ്ടയോ എന്നുള്ള സംശയമായിരുന്നു. അത് രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം വലിയ അടിസ്ഥാനപരമായിട്ടൊരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ബിസിനസ്സുകാരൻ എപ്പോഴും സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ചെലവാക്കുകയാണെങ്കിൽ അതിൻ്റെ തിരിച്ചുള്ള വരുമാനങ്ങളെ നോക്കാറുണ്ട്. അപ്പോൾ ഇവിടെ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. മാത്രമല്ല, അദ്ദേഹം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ വിജയിക്കാം എന്നുള്ളത് സംബന്ധിച്ചുള്ള സജീവമായ പ്രവർത്തനത്തിൽ അദ്ദേഹം ഏർപ്പെട്ടു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ഇതിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടാൻ പറ്റില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലും കൂടെ അവസാന സമ്മർദ്ദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ സ്ഥാനാർത്ഥി നിർത്തുന്നത്. മാത്രവുമല്ല, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJP സ്വീകരിക്കാൻ പോകുന്ന ഒരു കൃത്യമായ നിലപാടും കൂടെ അതിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതായത് BJP 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഒരു മുസ്ലിം മതവിഭാഗക്കാരനും മറ്റൊരാൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ട വ്യക്തിയും. തീർച്ചയായിട്ടും BJPയോട് മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുമ്പോൾ ഈ വോട്ട് എങ്ങോട്ട് പോകണം, അതല്ലെങ്കിൽ ആർക്ക് കിട്ടിയാലാണ് കുഴപ്പമില്ലാത്തത് എന്ന BJPയുടെ മനസ്സിലിരിപ്പ് വ്യക്തമാവും. ഈ മനസ്സിലിരിപ്പ് ഒരു രാഷ്ട്രീയമായ ഒരടവ് പോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കുകയും അത് ചില മണ്ഡലങ്ങളിൽ BJPക്കും അതോടൊപ്പം തന്നെ CPMനും ഗുണകരമായി മാറുകയും ചെയ്യും. കാരണം ഇവിടെ BJP കൂടുതൽ വോട്ട് പിടിക്കുകയും സീറ്റുകൾ പിടിക്കുകയും ചെയ്യുമ്പോഴാണ് CPMൻ്റെ അതല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സാധ്യത കൂടുതൽ വർദ്ധിക്കുക. ആ രീതിയിൽ
വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം തവണയും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനകത്തും അതിശയിക്കാനൊന്നുമില്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ വിധിയെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നോടിയായിട്ട് കാണാമെങ്കിലും, രാഷ്ട്രീയമായി കാണാമെങ്കിലും, പക്ഷെ തെരഞ്ഞെടുപ്പ് വിധിയെ ഇത് നിർണ്ണയിക്കും എന്ന് നമുക്ക് തീർത്തു പറയാൻ പറ്റില്ല. അപ്പൊ അതേപോലെ തന്നെ BJP മറ്റൊരു സന്ദേശം കൂടെ വയ്ക്കുന്നുണ്ട്. മോഹൻ ജോർജിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി നിലമ്പൂർ മണ്ഡലത്തിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വെച്ച് നോക്കുമ്പോൾ അവിടെ ക്രിസ്ത്യാനികൾ അവിടെ ന്യൂനപക്ഷമാണ്. അതിൽ നിന്ന് ആ വിഭാഗത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്തുക വഴി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രിസ്തീയ സമൂഹത്തോട് ഇപ്പോൾ തന്നെ വളരെയധികം അടുത്തു കഴിഞ്ഞു. ക്രിസ്തീയ സമൂഹങ്ങളും സഭകളും ഒക്കെ BJPയോട് വളരെ ചങ്ങാത്തം പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പം ആ രീതിയിലും വരാൻ പോകുന്ന ഒരു സൂചന ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിധി വന്നതിന് ശേഷം എ വിജയരാഘവൻ CPM പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയുണ്ട്. വർഗീയ ശക്തികളുടെ മതശക്തികളുടെയൊക്കെ പിന്തുണ മേടിക്കൊണ്ടാണ് ആര്യടൻ ഷൗക്കത്ത് ജയിച്ചത് എന്നുള്ളത്. അത് നിലമ്പൂരിലെ ജനങ്ങളെ ആക്ഷേപിക്കുന്ന തുല്യമാണ്. കാര്യം ഇത്തരം ആക്ഷേപങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പ്രയോഗിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഒരു വിധി വരുന്ന സമയത്ത് ജനാധിപത്യ സംവിധാനത്തിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു മാന്യത എന്ന് പറയുന്നത്, മാത്രമല്ല മര്യാദ എന്ന് പറയുന്നതും ആ വിജയത്തെ അംഗീകരിക്കുകയും വളരെ വ്യക്തമായ ഒരു വിധി എഴുതിയ നിലമ്പൂർ ജനതയെ ആശംസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ M സ്വരാജ് യഥാർത്ഥത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന, അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണം വളരെ സ്വീകാര്യമായ പ്രതികരണമാണ്. കാരണം പോരായ്മകൾ എന്തുണ്ട് അത് തിരിച്ചറിഞ്ഞ് പഠന വിഷയമാക്കി തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകും. അത് മാത്രമേ അവിടെ ചെയ്യാനുള്ളൂ. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു മാന്യത അദ്ദേഹം അത് പുലർത്തിയുണ്ടായി. പിന്നെ മറ്റൊരു രാഷ്ട്രീയമായ ഒരു സംഗതി, ഇപ്പോ എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ ഒരു രാഷ്ട്രീയമായ പോരാട്ടം നടത്താൻ LDF തീരുമാനിച്ചപ്പോൾ അവസാന നിമിഷം M സ്വരാജിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്? കാരണം ഇന്ന് CPM ഏറ്റവും കൂടുതൽ യുവാക്കളുടെയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ സാഹിത്യകാരന്മാരും സാഹിത്യകാരികളും ഒക്കെ വന്ന് പിന്നിൽ അണിനിരക്കുകയൊക്കെ ചെയ്ത ഒരു നേതാവാണ് M സ്വരാജ്. അപ്പൊ ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാനുള്ള സംഗതി, CPM-നകത്തും ഈ പറഞ്ഞതുപോലെ പല പല എന്താ പറയുക സമവാക്യങ്ങളുണ്ട്. ആ സമവാക്യങ്ങളില് സ്വരാജിന് തൻ്റെ ജന്മസ്ഥലത്ത് പോലും, തൻ്റെ വീട് നിൽക്കുന്ന പഞ്ചായത്തിൽ പോലും കാര്യമായ ഒരു നേട്ടം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പൊ അതിനകത്തുനിന്നൊരു പുതിയൊരു നറേറ്റീവ് ഉണ്ടായി വരും. കാരണം സ്വരാജ് നിന്നു കഴിഞ്ഞാൽ ഹിന്ദു സമുദായത്തിന്റെ വോട്ട് കുറയുകയുള്ളൂ, കിട്ടാൻ സാധ്യത കുറവാണ്. ഇത് തൃപ്പൂണിത്തുറയിൽ അദ്ദേഹത്തിന്റെ പരാജയവും നിലമ്പൂരിലെ പരാജയവും ഈ ഒരു നറേറ്റീവിനെ, ഈ ഒരു കഥയെ ബലപ്പെടുത്താൻ സഹായമാകും. ഇത് CPM ഉയർന്നു വരുന്ന അതല്ലെങ്കിൽ വലിയ അംബിഷൻസ് ഉള്ള, പ്രതീക്ഷകളുള്ള, മോഹങ്ങളുള്ള നേതാക്കൾക്കും അവർക്കുമൊക്കെ ചില ഗുണവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഉദാഹരണത്തിന് ഇപ്പോൾ റിയാസിനെ പോലുള്ള യുവ നേതാക്കൾക്ക് ഇത് ഒരു ഗുണകരമായ ഒരു അവസ്ഥയെ ഭാവിയിൽ സൃഷ്ടിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് അടിയൊഴുക്കുകളും തലങ്ങളും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയെ UDF അല്ലെങ്കിൽ കോൺഗ്രസ് ഈ ചങ്ങാത്തം ഒരു മുഖ്യ അജണ്ടയായി മാറുകയും അതോടൊപ്പം തന്നെ ഒരു ഹിന്ദു മുസ്ലിം ഒരു വേർതിരിവിന്റെ ഒരു അന്തരീക്ഷത്തെ അന്തർധാരയിൽ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് മുന്നേറ്റവുമായിരിക്കും, പ്രചരണവുമായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോവുക. ഇനി ഒരു കാര്യം കൂടി, ഇനിയിപ്പോൾ സമ്മർദ്ദങ്ങളുടെ പശ്ചാത്തലത്തിൽ അൻവറിനെ UDF കയറ്റാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ UDF-നും ഒരിക്കലും ഗുണം ചെയ്യാൻ പോകുന്നില്ല. മാത്രമല്ല വലിയ ദോഷങ്ങളും ഒരു ബാധ്യതയായി പോലും അത് മാറും എന്നുള്ളതിലും സംശയമില്ല.